വാട്സാപ്പിൽ ഇങ്ങനെ നടക്കുന്നുള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സംഗതി ലോഞ്ചായിട്ട് കുറഞ്ഞ ദിവസം മാത്രമായിട്ടുള്ളൂ. അതെന്താണെന്നറിയാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഞാനിവിടെ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. സാധാരണ ഒരു ഇമേജ് അയക്കുന്ന പോലെ തന്നെ ഒരു ഇമേജ് സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ ഈ ഒരു എഡിറ്റ് ഓപ്ഷനിൽ ഈ ഒരു താഴത്തെ ഭാഗത്ത് കാണുന്ന ആ ഒരു എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. സാധാരണ ഇമേജ് അയക്കുന്ന ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ അതിൻ്റെ അടിയിൽ തൊട്ട് താഴത്തായിട്ട് ആഡ് ക്യാപ്ഷൻ്റെ തൊട്ട് മുകളിലായിട്ട് റീസ്റ്റൈൽ വിത്ത് എ എന്ന് പറഞ്ഞൊരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണും. ഫിൽറ്റേഴ്സ്, സ്റ്റൈൽസ്, എഡിറ്റ്, ഈ ഒരു 3 ഓപ്ഷനാണ് മെയിനായിട്ടുള്ളത്. ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാട്സപ്പിൽ ഉണ്ടായിരുന്നുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതുപോലെ തന്നെ കൂൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത ലൈറ്റിങ്ങിൽ വരുന്ന ഫിൽറ്റേഴ്സാണ് ഇതിലുള്ളത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റൈലുകളാണ്. അതായത് പേപ്പർ, അതുപോലെ തന്നെ ആനിം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്റ്റൈലുകളാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ എഡിറ്റാണ്. അതിൽ നമുക്ക് ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ആവശ്യമുള്ള പ്രോംപ്റ്റ് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളിടത്ത് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുക. ആനിമേറ്റ് എന്നുള്ളിടത്ത് ആനിമേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ഞാനൊന്ന് ജസ്റ്റ് ഫസ്റ്റ് തന്നെ ഈ സ്റ്റൈൽ എന്നുള്ള ഒരു ഓപ്ഷനിൽ പേപ്പർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അത് ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇമേജാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എഡിറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രോംപ്റ്റ് കൊടുക്കാനുള്ളൊരു സ്ക്രീൻ ഓപ്പൺ ആയി വരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പ്രോംപ്റ്റ് കൊടുക്കുക. അതായത് ഞാൻ ഇവിടെ കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് എ ടെക്സ്റ്റ്. ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു പ്രോംപ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താ റിസൾട്ട് നമുക്ക് നോക്കാം. ഓക്കെ, തൊട്ട് താഴെ തന്നെ ആ ഒരു മെസ്സി എന്ന് പറഞ്ഞൊരു ആ ഒരു ടെക്സ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് മാറ്റേണ്ടത്, എന്ത് മാറ്റാണ് വരുത്തേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരുടെ മൊത്തത്തിലുള്ള ഇമേജ് കാര്യങ്ങളൊക്കെ അത് ക്ലിയർ ആക്കി ബാക്ക്ഗ്രൗണ്ട് സെറ്റായി തന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോട്ടോ നമുക്ക് ആനിമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ആ ഒരു ഇമേജ് നമുക്ക് എന്ത് ചെയ്തു, ആനിമേറ്റ് ചെയ്ത് തന്നു. ഇനി എന്ത് ചെയ്യാൻ, ഡയറക്റ്റ് നമുക്ക് ഈ ഒരു ടിക്ക് ഐക്കൺ കൊടുത്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാൻ ആർക്കാണോ അയക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റും.